കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 9ാമത്തെ ശ്ലോകം ആണ് കഴിഞ്ഞ ദിവസം നിർത്തിയതല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൽ ഈ എന്താ പറയുക, ചിക്ഷുരൻ എന്നുള്ള അസുരനെ ശൂലം കൊണ്ട് മാറ് പിളർന്ന് ഭൂമിയിൽ വീഴ്ത്തി എന്ന് പറഞ്ഞ് നിർത്തിയല്ലേ. ഇനി നമ്മൾ വേറൊരു അസുരൻ വരണതാണ്. ഇങ്ങനെ എല്ലാം യുദ്ധങ്ങളാണെന്ന് നമുക്ക് ഒരു വിഷമം തോന്നാം. പക്ഷേ ഇതെന്തിനാ ഇങ്ങനെ ഇത്ര വിസ്തരിച്ച് ഇങ്ങനെ ഓരോ ഇത് പറയണമെന്ന് ഞാനൊരു ഇതിൽ ഭാഗവതത്തിലും അങ്ങനെ വായിച്ചു. ഭാഗവതത്തിൽ ഇതല്ല വിഷയം, യുദ്ധമല്ല. പക്ഷെ എന്തിനാ അത്ര വിസ്തരിച്ചൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇത് നമുക്കങ്ങനെ റീഇൻഫോഴ്സ്ഡ് ആവാനാണ്. അതായത് ഭഗവതിയെ നമ്മളെ ഭഗവതിയിൽ ശരണാഗതി അടഞ്ഞാൽ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടും നമുക്ക് ഉണ്ടാവാൻ ഇടയുള്ള ഈ പ്രതികൂലമായിട്ടുള്ള വാസനകളെയൊക്കെ ഭഗവതി പതുക്കെ ഇല്ലാണ്ടേക്കും. അപ്പോൾ ഈ അസുരന്മാരൊക്കെ നമ്മളെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ള, നമ്മൾക്കൊന്നും അറിയില്ലോ നമ്മൾ ഏതൊക്കെ ജന്മങ്ങളെടുത്തിട്ട് എത്ര ജന്മത്തെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ വാസനകൾ. അപ്പോൾ പറഞ്ഞില്ലേ 60,000 തോട്ട്സ് വന്നും പോയും കൊണ്ടിരിക്കുകയാണ് മനസ്സിലെന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പോൾ അതിൽ കുറേ തോട്ട്സൊക്കെ ഇങ്ങനെ പ്രതികൂലമായിട്ടുള്ള ചിന്തകളൊക്കെ ആണെങ്കിൽ അതിനെയൊക്കെ കളയാം. അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുത്താനാണ് ഈ സാധാരണ പറഞ്ഞ തന്നെ കുറേ അസുരന്മാരുടെയൊക്കെ പേര് പറയണത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കതൊരു വെറും വയലൻ്റ് യുദ്ധം തന്നെ തോന്നുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം പറയുന്നുണ്ട്. അത് മനസ്സിൽ കരുതിക്കൊണ്ട് വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് തന്നെ അത് വായിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ, ഒക്കെ യുദ്ധമാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ, വയലൻസ് എന്നൊക്കെ നമുക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ ഉദാഹരണം പറയാം. അതിനൊരു മിനിറ്റ് എടുത്താലും സാരില്ല വിചാരിച്ചു ഞാൻ. എന്താ വെച്ചാൽ ഈ ഭാഗവതത്തിൽ നവമസ്കന്ധം മുഴുവൻ രാജാക്കന്മാരുടെ കഥയാണ് കേട്ടോ. രാജാക്കന്മാരെ കഥയൊന്നും പറയുന്നില്ല. ഒരു രാജാവ്, ആ രാജാവിൻ്റെ മകൻ, അതിൻ്റെ ആ മകൻ, അങ്ങനെ എത്രയോ രാജാക്കന്മാർ ഭരിച്ചു. ആ മകൻ അച്ഛൻ മരിച്ചു, മകനായി രാജാവ്, പിന്നെ ആ മകൻ്റെ മകൻ, ഇങ്ങനെ അനവധി പേര് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത കുറേ രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. കേട്ടത് വളരെ കുറച്ചേ ഉള്ളൂ. ശ്രീരാമനോ അങ്ങനെയൊക്കെ കുറച്ച് രാജാക്കന്മാരൊക്കെ പേര് പറയുള്ളൂ നമ്മൾ. പക്ഷേ ബാക്കിയൊക്കെ പറഞ്ഞു നശിച്ചു, ആ രാജ്യം നശിച്ചു, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയണമെന്ന് നോച്ചൂർ സ്വാമി ഒരു ഇതിൽ പറയുന്നുണ്ട്. എന്തിനാണോ പറയണം അത്രേ, അങ്ങനെ അനവധി രാജാക്കന്മാരുണ്ടായി, നശിച്ചു, ഉണ്ടായി, അവർ മരിച്ചു, അങ്ങനെ പറയണത് എന്തിനാ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കി തരാനാണ്. ഒന്നും പെർമനൻ്റ് അല്ല, ഒന്നും ഇവിടെ സ്ഥിരമല്ല, ഒക്കെ വെറും ട്രാൻസിയൻ്റാണ്. എല്ലാറ്റിനും അവസാനമുണ്ട്. അവസാനമില്ലാത്ത ബ്രഹ്മം, അതായത് ഒരിക്കലും നിത്യസത്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല, ഈ ലോകം അടക്കം അങ്ങനെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അത് പിന്നെയും ഇത്ര രാജാക്കന്മാരുടെ കഥ പറയണം. എത്ര കേമനായിട്ടുള്ള രാജാക്കന്മാരാണെങ്കിലും അവരുടെ കാലം കഴിഞ്ഞു, പിന്നെ അവരൊന്നും ആരും ഓർക്കുക പോലും ഇല്ല അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇതും. നമ്മളെ ദേവിയെ സർവാത്മനാ ആശ്രയിച്ചാൽ ദേവിയുടെ ശക്തി കൊണ്ട് നമ്മുടെ പ്രതികൂല വാസനകൾ ഇല്ലാതെയാവും. അപ്പോൾ ഈ ചിക്ഷുരൻ ഒരു പ്രതികൂല വാസനയായിരുന്നു. ഇനി അടുത്തതിൽ വേറൊരു അവസരം വരണതാണ് പറയണത് കേട്ടോ. അപ്പോൾ 10 ഞാൻ വായിക്കാം. ഹതേ തസ്മിൻ മഹാവീരേ മഹിഷസ്യ ച മൂപതൗ ആജഗാമ ഗജാരൂഢശ്ചാമരസ്ത്രിദശാർദ്ദന. മഹിഷസ്യ ചമൂപതൗ അസ്മിൻ ചിക്ഷുരേ മഹാവീര്യ ഹതേ. അതായത് മഹിഷാസുരൻ്റെ ചമൂപതൗ ച സേനാനായകനായിട്ടുള്ള ആ ചിക്ഷുരൻ എന്ന ആ വീരപരാക്രമിയായിട്ടുള്ള അസുരൻ കൊല്ലപ്പെട്ടപ്പോൾ ത്രിദശാർദ്ദന, അതായത് വേറൊരു ത്രിദശന്മാരെ ദേവന്മാരെ, അവരെ അർദ്ധിക്കുന്നവരെ വെച്ചാൽ അവരെ ദ്രോഹിക്കുന്നവരെ, വേറെ ഒരു ദേവദ്രോഹിയായിട്ടുള്ള അസുരൻ പേരെന്താ അറിയോ, ചാമരഹ ഗജാരൂഢ ആജഗാമ.
ആനപ്പുറത്ത് കയറിയിട്ട് ദേവിയോട് യുദ്ധത്തിന് വന്നെത്തി. ഈ ചിക്ഷുരൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വേറൊരു അസുരൻ, ഒരു ദേവദ്രോഹി, ചാമരൻ എന്നാണ് പേര്, ആനപ്പുറത്ത് കയറിയെന്നു. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതൗ ആജഗാമഗജാരൂഢശ്ചാമരസ്ത്രിദശാർദ്ദനഃ. ഇനി 11. സോപി ശക്തിം മുമോചാഥ ദേവൈതാമംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം. ഇനി ചാമരഃ താം ശക്തിം, അല്ല 11 സോറി, സോബി ശക്തിം അതാണ്. അഥ സഹ അഭി, എന്നിട്ട് അവനും ദേവ്യൈ ശക്തി മുമോച, ദേവിയുടെ മേർക്ക് വേലെറിഞ്ഞു. വേൽ എന്നുള്ള ആയുധം എറിഞ്ഞു. ആര്? ഈ ചാമരൻ. അംബികാദ്രുതം, ദേവി അപ്പം തന്നെ വേഗം തന്നെ താം ശക്തിം, ആ വേൽ എന്നുള്ള ആയുധത്തിനെ, ഹുങ്കാരാഭിഹതാം, ഹുങ്കാരമാകുന്ന ഭയങ്കര ശബ്ദം, അട്ടഹാസം, എന്നുള്ളൊരു ഹുങ്കാരമാകുന്ന അട്ടഹാസം കൊണ്ട് അഭിഹതാം ചന്ത കീഴടക്കി, അതിനെ ഇതാക്കി, കീഴടക്കി അതിനെ തടുത്തു. മാത്രമല്ല നിഷ്പ്രഭം ഭൂമൗ പാതയാമാസ, ആ വളരെ ശക്തിയുള്ള വേലാണ് ഉപയോഗിച്ചത് ആയുധ. ആ വേലിനെ തടുക്കുക മാത്രമല്ല ചെയ്തുള്ളൂ, നിഷ്പ്രഭാക്കി അല്ലെങ്കിൽ നിർവീര്യമാക്കി ആ വേലിനെ താഴ്ത്തങ്ങോട്ട് വീഴ്ത്തി. ഈ ചാമരൻ ദേവിയുടെ നേർക്ക എറിഞ്ഞ വേലിനെ, ആയുധത്തിനെ തടുക്കുക മാത്രമല്ല അതിനെ നിർവീര്യമാക്കിയിട്ട് ദേവി ഊട്ടനെ അതിനെ വേഗം എന്ന് പറഞ്ഞുവല്ലോ, അല്ലെ ദ്രുതം എന്ന് പറഞ്ഞു, അപ്പം തന്നെ അതിനെ ഭൂമിയിൽ വീഴ്ത്തിയത്. ദേവിക്കൊന്നും ഒരു വിഷമമില്ലല്ലോ അല്ലേ. ഹതേ അല്ല ഇനി സോപി ശക്തി മുമോചാഥാം ദേവീതാം അംബികാദ്രുതം ഹുങ്കാരാഭിഹതാം, ഹുങ്കാരം കൊണ്ടാട്ടോ, ഒന്നും വെറുതെ ശബ്ദം കൊണ്ട് അതിനെ തകർത്തു, നിർവീര്യമാക്കി. ദേവി വേറൊരു ആയുധം ഉപയോഗിച്ചിട്ടല്ല, ശബ്ദം കൊണ്ട് അത്ര അട്ടഹാസം പോലുള്ള ഹുങ്കാരം, എന്നിട്ട് അത് നിഷ്പ്രഭാക്കി അതിനെ താഴത്ത് നിലത്ത് വീഴ്ത്തി, പൊട്ടിച്ച് വീഴ്ത്തി. ഇനി 12 കേട്ടോ. ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദപി സാക്ഷിനൽത്ത്. ദേവി ഒന്ന് കളഞ്ഞാലും പിന്നെയും വരുന്ന നോക്കും. അപ്പോൾ പ്രതികൂല വാസന അങ്ങനെയാണ്, തല പൊക്കും പിന്നെ. കാരണം ഈ വാസന എത്ര ജന്മജന്മാന്തരങ്ങളത്തെ വാസനയാണ്, എളുപ്പമല്ല കളയാൻ. അതുപോലെയാണ്. അപ്പം ഇതിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ചാമരഃ താം ശക്തിം ഭഗ്നാം നിപതിതാം ദൃഷ്ട്വ, ചാമരൻ ദേവിയുടെ നേർക്ക് താൻ പ്രയോഗിച്ച വേല് പൊട്ടിപ്പൊടിഞ്ഞ് വീണത് കണ്ടിട്ട് ക്രോധസമന്വിത, ദേഷ്യം വന്നു ആർക്കാ? ചാമരന്. എന്നിട്ടോ ശൂലം ചിക്ഷേപ, ദേഷ്യം വന്നിട്ട് ശൂലം ദേവിയുടെ നേർക്ക് എറിഞ്ഞു. സ തദ് അഭി, ദേവി ആ ശൂലത്തിനെയും ബാണൈഹി അച്ഛിനത്, അമ്പുകൾ കൊണ്ട് മുറിച്ചിട്ടു. ദേവി ഈ പ്രാവശ്യം ഹുങ്കാരല്ല, അമ്പുകൊണ്ട് മുറിച്ചിട്ടു. ചാമരൻ്റെ അതിശക്തമായിട്ടുള്ള എന്താണ് ശൂലത്തിനെ ദേവി അമ്പുകൊണ്ട് മുറിച്ചിട്ടു. ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിത ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദപി സാക്ഷിനത്ത്. എന്താ അത് കാണിക്കണമെന്ന് വെച്ചാൽ അത്ര ശക്തിയാണ് നമ്മുടെ വാസനകൾക്ക്. അതിനെ അടിച്ചമർത്താൻ ദേവിക്ക് തന്നെ പറ്റുള്ളൂ, അതാണ്. ഇനി ശ്ലോകം 13. തതസിംഹസമുത്പത്യ ഗജകുംഭാന്തരസ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈസ്ത്രിദശാരിണ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇയാൾ ആനപ്പുറത്താണ് വന്ന് പറഞ്ഞില്ലേ. അപ്പം ഇനി സിംഹം എന്താ ചെയ്യണം? വാഹനമൊക്കെ നല്ലോണം സഹകരിക്കുന്നുണ്ട് ദേവിയോട്, ഭൂതഗണങ്ങളൊക്കെ അല്ലേ. തഥാ സിംഹ സമുത്പത്യ, അപ്പോൾ ദേവിയുടെ വാഹനമായിട്ടുള്ള ഈ സിംഹം എന്താ ചെയ്ത്? നല്ല ഉയരത്തിലേക്ക് അങ്ങ് ചാടി. സമുത്പത്യ എന്ന് പറഞ്ഞില്ലേ, ഉയരത്തിലേക്ക് അങ്ങ് ചാടി. എന്നിട്ടോ ഗജകുംഭാന്തരസ്ഥിത,
താഴത്താണല്ലോ. ആനയെ കമ്പയർ ചെയ്യുമ്പോൾ സിംഹത്തിന് ഉയരം കുറവാണല്ലോ, ദേവി അമ്പിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവിടുന്ന് ദേവിയും കൊണ്ട ഒറ്റ ചാട്ടം. എന്നിട്ടോ ഗജകുംഭാന്തരസ്ഥിത, ഈ ചാമരൻ്റെ ആനയുടെ 2 മസ്തകത്തിൻ്റെ ഇടയിൽ നിന്നു ഈ സിംഹം. എന്നിട്ടോ തേന ഉച്ചൈഹി ത്രിദശാരിണ ബാഹുയുദ്ധേന യുദ്ധേ. എന്നിട്ട് ആനപ്പുറത്തിരിക്കണ ആ ദേവശത്രുവിനെ, ത്രിദശന്മാരെ അരി പറഞ്ഞാൽ ശത്രു, ത്രിദശാരിണ എന്നാണല്ലോ. അപ്പോൾ ആ ദേവശത്രുവിനെ, ആനപ്പുറത്തിരിക്കണ ആ ദേവശത്രുവിനെ, അതായത് ചാമരനെ കൈകൊണ്ടടിച്ച് യുദ്ധം ചെയ്തു, ബാഹുയുദ്ധം ചെയ്തു. ആര്? ഈ സിംഹാട്ടോ. സിംഹം ഈ ദേഷ്യം വന്നു ദേവി മേലിക്ക് ഈ ശൂലെറിയണതൊക്കെ കണ്ടപ്പോഴേ, അപ്പോൾ ഒരൊറ്റ ചാട്ട ആനയുടെ മസ്തകത്തിൻ്റെ അവിടെ നടുക്കങ്ങോട്ട് നിന്നു. എന്നിട്ട് സിംഹത്തിൻ്റെ കൈയോണ്ട് ചാമരനായിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്തു, ബാഹുയുദ്ധം ചെയ്തു. ആര്? സിംഹം. അതാണെന്നിൽ പറയണത് കേട്ടോ. തഥസിംഹ സമുത്പത്യ, ചാടി, ഉച്ചത്തിൽ ചാടി. അതാണ് സമുത്പത്യ, ഉറക്കം നല്ല എത്തുള്ളൂ അവിടെ മസ്തകത്തിൻ്റെ അവിടെ. ഗജകുംഭാന്തരസ്ഥിത, ആനപ്പുറത്ത് ഇരിക്കണത്. ബാഹുയുദ്ധേന യുദ്ധേ, ബാഹുയുദ്ധം നടത്തി. തേനോച്ചൈസ്ത്രിദശാരിണ, ആ ദേവശത്രുവിനോട് ബാഹുയുദ്ധം നടത്തിയെന്ന്. ഇനി 14. യുധ്യമാനൗ തതസ്തൗ തു തസ്മാന്നാഗാൻ മഹീം ഗതൗ യുയുധാതേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. 14. തതഃ, അതിനുശേഷം യുധ്യമാനൗ തൗ തു, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിംഹവും ചാമരനും അവരാകട്ടെ, അതായത് തൗ തു എന്ന് പറഞ്ഞില്ല, അതായത് സിംഹവും ചാമരനും കൂടി യുദ്ധം ചെയ്യാണല്ലോ. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിംഹവും ചാമരനും തസ്മത് നാഗാത്, ആ ആനയിൽ നിന്ന്, മഹീം ഗതൗ, ആനപ്പുറത്തുനിന്ന് ഇറങ്ങി, അതിസംരബ്ധൗ, അത്യധികം അതിസംരബ്ധം എന്താ? കോപം, അത്യധികം ദേഷ്യത്തോടു കൂടി, അതിദാരുണം മീൻസ് എന്താ? ഭയങ്കര കഠിനമായ അല്ലെങ്കിൽ കടുത്ത, പ്രഹാരൈഹി യുയുധാതേ, പ്രഹരങ്ങൾ കൊണ്ട് പരസ്പരം പ്രഹരിച്ച് യുദ്ധം ചെയ്തു. അതായത് ആനപ്പുറത്ത് ഇരുന്നിട്ടാണ് ആദ്യം അടിച്ചത്. പിന്നെ രണ്ടാളും ആനപ്പുറത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി, എന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് അതിദാരുണമായിട്ടുള്ള പ്രഹരം, എന്താ അത്ര കഠിനമായിട്ടുള്ള പ്രഹരങ്ങൾ പരസ്പരം ഏൽപ്പിച്ച് യുദ്ധം ചെയ്തു. കൈകൊണ്ട് തന്നെയാണ് എപ്പോഴും, കൈകൊണ്ട് അതിദാരുണമായിട്ടുള്ള പ്രഹരം അങ്ങോട്ട് പരസ്പരം ചെയ്ത് അവർ രണ്ടാളും നിലത്തിറങ്ങി യുദ്ധം ചെയ്തു. ആരാ? സിംഹവും ചാമരനും. യുധ്യമാനൗ തതസ്തൗ തു തസ്മാന്നാഗാൻ മഹീം ഗതൗ യുയുധാതേതി സംരബ്ധൗ. സംരബ്ധം വെച്ചാൽ അത്ര ദേഷ്യം വന്നിട്ടേ, പ്രഹാരൈരതിദാരുണൈ, അതിദാരുണമായി പ്രഹരിച്ചുകൊണ്ട്, പരസ്പരം പ്രഹരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. ഇനി 15. തതോ വേഗാത് സമുത്പത്യ നിപാത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥക് കൃതം. തത വേഗാത് സമുത്പത്യ, അതിനുശേഷം സിംഹം വളരെ വേഗത്തിൽ പിന്നെ മുകളിലേക്ക് ചാടി. എന്നിട്ടോ നിപാത്യ, താഴത്തേക്ക് തന്നെ ചാടി. മൃഗാരിണ കരപ്രഹാരേണ, എന്നിട്ട് സിംഹത്തിൻ്റെ കൈകൊണ്ടുള്ള അടിയാൽ, എന്നിട്ട് സിംഹത്തിൻ്റെ കൈകൊണ്ട് അടിക്കാൻ തുടങ്ങി. ചാമരസ്യ ശിരഃ പൃഥക് കൃതം, എന്നിട്ട് ഈ സിംഹത്തിൻ്റെ അടികൊണ്ട് ചാമരൻ്റെ തല ദേഹത്തിൽ നിന്ന് വേർപെടുത്തി. പൃഥക് കൃതം, ഛേദിക്കപ്പെട്ടു. അപ്പം എന്താ ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ എന്താണ് വേഗം കൂടി ചാടി സിംഹം മുകളിലേക്ക്, എന്നിട്ട് ആദ്യം താഴത്തേക്ക് ചാടി, എന്നിട്ട് ഈ ശരിക്കും കൈകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രഹരിക്കാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട്. ആരെ? ചാമരനെ. അങ്ങനെ ഈ സിംഹത്തിൻ്റെ
അടി കൈകൊണ്ടുള്ള ആ അടി കൊണ്ടിട്ടേ ഈ ചാമരൻ്റെ തല പൃഥക്ക് ഛേദിക്കപ്പെട്ടു. പൃഥക്ക് കൃതം, തലയങ്ങോട്ട് ദേഹത്തു നിന്ന് വേർപെടുത്തി. മീൻസ് എന്താ, അതങ്ങോട്ട് തല മുറിഞ്ഞു, വേർപെടുത്തി തല. അത്ര ശക്തിൻ്റെ സിംഹത്തിന് ദേഷ്യം വന്നു. മൃഗാരിണ എന്ന് പറഞ്ഞില്ലേ ഇവിടെ, എന്ന് വെച്ചാൽ മൃഗം സാധാരണ നിലയ്ക്ക് മാന്യാണ് പറയുക. മാനിൻ്റെ ശത്രു എന്നുള്ള നിലയ്ക്കാണ് സിംഹത്തിനെ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം 15 കഴിഞ്ഞില്ലേ. തതോ വേഗാത് സമുത്പത്യ നിപാത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥക് കൃതം. ചാമരനും മരിച്ചു കേട്ടോ. നീ ഉദഗ്രശ്ച, അപ്പം അത് കുറേ തിരിച്ചു വരാൻ നോക്കി, പക്ഷെ അവസാനം മരിച്ചു. ഉദഗ്രശ്ച ഗണൈർദേവ്യാഃ ശിലാവൃക്ഷാദിഭിർഹതഃ ദന്തമുഷ്ടി തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ. ഇനി 16 എന്താ, ഉദഗ്രഹാച്ച, ഉദഗ്രൻ എന്ന അസുരനെയും, വേറൊരസുരൻ, ദേവ്യാഹ ഗണൈഹി, അവരെയൊക്കെ ദേവിയുടെ ഭൂതഗണങ്ങൾ, ഉദഗ്രനെ സിംഹം സഹകരിച്ചു, ഇതപ്പോൾ ഭൂതഗണങ്ങൾ സഹകരിക്കണു. ഉദഗ്രൻ എന്ന അസുരനെയും ദേവ്യഃ ഗണൈഹി, ദേവിയുടെ ഭൂതഗണങ്ങൾ ശിലാവൃക്ഷാദിഭിഹി ഹത, അതായത് വലിയ പാറക്കല്ലുകൾ എറിഞ്ഞിട്ടും വൃക്ഷങ്ങളൊക്കെ കടപുഴക്കി അടിച്ചിട്ടും മറ്റും കൊന്നു. ആരെ? ഉദഗ്രനെ, ഭൂതഗണങ്ങൾ. വളരെ വിചിത്രമാണ്. ഭൂതഗണങ്ങൾ കല്ലും പാറയൊക്കെ ഉപയോഗിച്ച് മരങ്ങളെ പിഴുതെടുത്ത് പറിച്ചെടുത്തിട്ടേ കടയോടുകൂടി പറിച്ചെടുത്ത് അടിക്കുക, വലിയ വലിയ കല്ലും പാറയൊക്കെ, പാറക്കല്ലുകൾ എറിയുക, അങ്ങനെയാണ് ഉദഗ്രനെ കൊന്നത് ഭൂതഗണങ്ങൾ. പിന്നെയോ കരാളഹാച്ച, കരാളൻ എന്നവനെ ദന്തമുഷ്ടി തലൈഹി ഏവാച്ച നിപാതിത, ഭൂതഗണങ്ങൾ പല്ലുകൾ കൊണ്ട് കടിച്ചിട്ടാണ് ആരെ കൊന്നത്? ഈ വേറൊരു അസുരൻ വന്നു. ഉദഗ്രൻ മരിച്ചുവല്ലോ, കരാളൻ എന്ന് പറഞ്ഞിട്ട് അസുരനെ. ഒക്കെ ഭയങ്കര അസുരന്മാരാണ്, ശക്തിയുള്ളവർ. ആ കരാളനെ എങ്ങനെയാണ് കൊന്നത്? പിന്നെ ഭൂതഗണങ്ങൾ അറിയോ? പല്ലോണ്ട് കടിച്ച്, പിന്നെ കയ്യെ ചുരുട്ടി, ദന്തമുഷ്ടി തലേഹി, രണ്ടുമുണ്ട്. ദന്തം ഉപയോഗിച്ചു, മുഷ്ടി തലേഹി, അതായത് ദന്തം കൊണ്ടും പല്ലുകൾ കൊണ്ട് കടിച്ചു, കൈ കൊണ്ട് ചുരുട്ടി ഇടിച്ചു. മുഷ്ടി കൈ ചുരുട്ടി ഇടിക്കണതാണല്ലോ, അപ്പോൾ മുഷ്ടിയാണല്ലോ, കൈ ചുരുട്ടിയതാണ് മുഷ്ടി, അതുകൊണ്ടും ഇടിച്ച് പിന്നെ ഈ കരാളനെ കൊന്നു അല്ലേ. ഉദഗ്രനെ എന്താണ് വലിയ പാറക്കല്ലുകൾ എറിഞ്ഞിട്ടും വൃക്ഷങ്ങൾ പറിച്ചടിച്ചിട്ടും കൊന്നു. ഈ കരാളനെ പല്ലോണ്ട് കടിച്ചിട്ടും കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ടും കൊന്നു എന്നാണ് 16 പറഞ്ഞത്. ഉദഗ്രശ്ച ഗണൈർദേവ്യാഃ ശിലവൃക്ഷാദിഭിർഹതഃ ദന്തമുഷ്ടി തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ. ഇനി 17 നോക്കട്ടെ. 17 ദേവീ ക്രുദ്ധ ഗദാപാതൈഃ ചൂർണയാമാസ ചോദ്ധതം ബാഷ്കളം ഭിണ്ടിപാലേന ബാണൈസ്താമ്രം തഥാന്തകം. പുതിയ അസുരന്മാർ വരുന്നുണ്ട്. ക്രുദ്ധാദേവി, ദേവിക്ക് നല്ല ദേഷ്യം വന്നു, കോപിച്ച ദേവി. കാരണം ഓരോരുത്തരെ കൊന്നാൽ പിന്നെ ആൾക്കാർ വരുന്നുണ്ടേ. കോപിച്ച ദേവി, അതായത് ഭയങ്കര ക്രുദ്ധയായിട്ടുള്ള ദേവി, ഗദാപാതൈഹി ഉദ്ധതം ചൂർണയാമാസാച്ച, ഗതുകൊണ്ട് അടിച്ച് ഉദ്ധതൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരനെ, ഉദ്ധതൻ എന്ന അസുരനെ ചൂർണയാമാസ, തവിട് പൊടിയാക്കുന്ന, ചൂർണം ച പൊടിയണേ. അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. അത് കഴിഞ്ഞ് ഈ യുദ്ധത്തിന് വന്നു. ഉദ്ധതനെ ദേഷ്യം വന്നിട്ട് ദേവി ഗത കൊണ്ട് അടിച്ച് ശരിക്കും ചൂർണയാമാസാച്ച എന്താ, ആ അസുരനെ തവിട് പൊടിയാക്കി നമ്മൾ പറയില്ലേ, അതാണ് ചെയ്തത്. ആരെ? ഉദ്ധതനെ. പിന്നെയോ ബാഷ്കളം ഭിണ്ടിപാലേന, ബാഷ്കളനെ കവണയോണ്ട് എറിഞ്ഞു കൊന്നു. ബാഷ്കളൻ എന്ന് പറഞ്ഞ വേറൊരു അസുരനെ കവണ എറിഞ്ഞു കൊന്നു. ഇവരൊന്നും അത്ര ചിക്ഷുരനെ പോലെ ശക്തിയില്ല, അതുകൊണ്ട് കവണ കൊണ്ട് എറിഞ്ഞു കൊന്നു. പിന്നെയോ ബാണേഹി താമ്രം തഥാ അന്ധകം,
അമ്പുകൾ കൊണ്ട് താമ്രനെയും അന്ധകനെയും വധിച്ചു. എത്ര എത്ര അസുരന്മാരാണ് നമ്മളെ മനസ്സിൽ വന്ന് കയറുന്നതല്ലേ. എത്രയോ അസുരന്മാരെ ഇത് കയറേണ്ട. ഇതന്നെ നമ്മൾ പറയുമല്ലോ ഇപ്പം ഈ എന്താ പറയുക, കാളിയമർദ്ദനത്തിൻ്റെ അങ്ങനെ പറയുമല്ലോ. അതായത് ഈ കാളിയൻ ഒരു 2 പടത്തുമ്പിൽ നിന്ന് ഭഗവാൻ കുറേ നേരം നൃത്തം ചെയ്യുമ്പോൾ ആ പടം താഴും, വയ്യാണ്ടവും ചോര ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് ആ 2 പടം താഴും. അപ്പോൾ വേറെ 2 പടം പൊക്കും. അതൊക്കെ നമ്മുടെ അഹങ്കാരമാണെന്നൊക്കെ നമ്മൾ പറയൂല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്. എത്ര അസുരന്മാരാണ് വൺ ആഫ്റ്റർ അനദർ വരുന്നു, കൊല്ലുന്നു അല്ലേ. ഒക്കെ നമ്മുടെ പ്രതികൂല ചിന്തകളും പ്രതികൂല വാസനകളുമാണ്. ഇനി 17 വായിച്ച് 18 പോവാം. ദേവി ക്രുദ്ധാഗതാപാതൈ ചൂർണയാമാസ ചോദ്ധതം. ഉദ്ധതനെ തവിട് പൊടിയാക്കി. ബാഷ്കളം ഭിണ്ടിപാലേന. ബാഷ്കളിനെ കവണ, ഭിണ്ടിപാൽ കവണയാണ്. ഭിണ്ടിപാലം നമ്മൾ ഇതിനു മുമ്പ് വന്നുല്ലോ. ബാണൈസ്താമ്രം തഥാന്ധകം. താമ്രനെയും അന്ധകനെയും അമ്പുകൾ കൊണ്ടും ദേവി വധിച്ചു. ഇനി 18. ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ സാ ത്രിശൂലേന ജഘാന പരമേശ്വരി. ത്രിനേത്ര സാ പരമേശ്വരി, 3 കണ്ണുകളോട് കൂടിയ ആ പരമേശ്വരി ദേവി ഉഗ്രാസ്യ ഉഗ്രവീര്യം ച തഥാ ഏവ മഹാഹനും ച. ഉഗ്രാസ്യനെയും ഉഗ്രവീര്യനെയും അതുപോലെ മഹാഹനു എന്ന അസുരനെയും ത്രിശൂലേന ജഘാന, ത്രിശൂലം കൊണ്ട് കുത്തിക്കൊന്നു. ഈ ത്രിനേത്രയായിട്ടുള്ള ഈ പരമേശ്വരി ദേവി ഉഗ്രാസ്യനെയും ഉഗ്രവീര്യനെയും മഹാഹനുവിനെയും എങ്ങനെ കൊന്ന്? ശൂലം കൊണ്ട് കുത്തി കൊന്നു എന്നാണ് പറഞ്ഞത്. അതായത് എത്ര 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 അസുരന്മാരാണ് വരണത് അല്ലേ. പിന്നെയും അപ്പം വേറെ അസുരന്മാർ വരും. നമുക്ക് തന്നെ നമ്മൾ പറയുമല്ലോ, ഈശോ എനിക്ക് നാമം ജപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മനസ്സ് അപ്പോഴേക്കും മനസ്സ് പോകണം, ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നൊക്കെ പറയും. അതിപ്പോൾ പ്രതികൂല വാസന ഇല്ലെങ്കിൽ സാരല്ല പോട്ടെ, അത് വേണ്ടാത്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് വെച്ചാൽ അതിലേറെ കഷ്ടമല്ലേ അല്ലേ. അതന്നെയാണ് ഇവിടെ ശരിക്കും പറയണത് കേട്ടോ. 18 ഇനി 18 നമ്മൾ ചെയ്തു. ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ സാ ത്രിശൂലേന ജഘാന പരമേശ്വരി. ഇനി വിലാളസ്യാസിന കോപാദ് പാതയാമാസ വൈ ശിരഃ ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം. അതെന്താണ്? 19. സാ ദേവി കോപാത്, ആ ദേവി കോപത്താൽ അസിന, അസി പറഞ്ഞ വാളാണ് കേട്ടോ, അസിന വാളിനാൽ ആരെ? വിലാളസ്യ ശിരഃ, വിലാളൻ എന്ന് പറഞ്ഞ അസുരൻ്റെ തല വൈ പാതയാമാസ വെട്ടിക്കളഞ്ഞു. പിന്നെയോ 19 അല്ലേ? അതെ. ദുർധരം ദുർമുഖം ച ഉഭൗ ശരൈഹി. പിന്നെ ഉഭൗ ശരൈഹി ദുർധരം ദുർമുഖം ച ഉഭൗ ശരൈഹി യമക്ഷയം നിന്നെ. അതായത് പിന്നെ വേറെ 2 അസുരന്മാർ ദുർധരനെയും ദുർമുഖനെയും ശരങ്ങൾ കൊണ്ട് കാലപുരിക്കയച്ചു, അല്ലെങ്കിൽ കൊന്നു എന്നർത്ഥം. ഈവൻ പേരുകൾ പോലും നോക്കൂ. ദുർധരൻ ചീത്ത ഒരു ദു ആണല്ലോ. ഒക്കെ പിന്നെ ദുർമുഖൻ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ വരുന്ന ചീത്ത വാസനകൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേരുകളൊക്കെ വളരെ ഇങ്ങനത്തെ പേരുകളെ അല്ലേ. അപ്പോൾ വിലാളനെ വാളുകൊണ്ടും പിന്നെ ദുർധരനെ ദുർമുഖനെയും അമ്പുകൊണ്ടും പിന്നെ യമക്ഷയം നിന്നെ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പറയുമല്ലോ കാലപുരിക്ക് അയച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ യമ ലോകത്തിലേക്ക് അയച്ചു. അതാണ് 19. വിലാളസ്യാസിന കോപാത് പാതയാമാസ വൈശിര ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്നെ യമക്ഷയം. അവരെ യമലോകത്തിലേക്ക് അയച്ചു, മീൻസ് അവരെയും കൊന്നു.
ഏവം സംക്ഷീയമാണേ തു സ്വസൈന്യേ महिषासुरः माहिषेण स्वरूपेण ത്രാസയാമാസ താൻ ഗണാൻ. ഇനി മഹിഷാസുരനെ തൻ്റെ സേനാനായകൻ മാത്രമല്ല, അനവധി പ്രമുഖരായിട്ടുള്ള പിന്നെ എന്താണ് സൈന്യങ്ങളിലത്തെ പ്രമുഖരായിട്ടുള്ളവരും ദേവിയെ കൊല്ലപ്പെട്ടപ്പോൾ എന്തായി? ഏവം സ്വസൈന്യൈഹി സംക്ഷീയമാണ് മഹിഷാസുരഃ തു. ഏവം ചെന്താ ഇതുപോലെ ഇപ്രകാരം സ്വന്തം സൈന്യങ്ങളെല്ലാം ഒടുങ്ങി അവരുടെ കൂടെ പോയവരൊക്കെ കൊന്നിണല്ലോ, ഭൂതഗണങ്ങളൊക്കെ കൊല്ലി. ഈ സേനാനായകന്മാർ അനവധി വന്നു, അവരെയൊക്കെ കൊന്നു, അവരുടെ കൂടെ വന്നവരെയൊക്കെ കൊന്നു. അപ്പോൾ സൈന്യങ്ങളെല്ലാം ഒടുങ്ങിത്തുടങ്ങി. ആരുടെ? മഹിഷാസുരൻ്റെ. അതാണ് ഇപ്രകാരം സ്വസൈന്യൈഹി സംക്ഷീയമാണ്. ഇങ്ങനെ സ്വന്തം സൈന്യങ്ങളൊക്കെ ഒടുങ്ങാൻ തുടങ്ങിയപ്പോൾ മഹിഷാസുരഹത്തു, മഹിഷാസുരനാകട്ടെ എന്ത് ചെയ്തു? ദേഷ്യം വന്നു. അപ്പം സ്വസ്വരൂപം എടുത്തു. എന്താ? മാഹിഷേണ സ്വരൂപേണ താൻ ഗണാൻ ത്രാസയാമാസ. വേഗം വലിയൊരു പർവ്വതാകാരമായിട്ടുള്ളൊരു പോത്ത് മാഹിഷത്തിൻ്റെ രൂപത്തിലാണ്. ശരിക്കും അതാണ് സ്വന്തം രൂപം, അല്ലാതെ നടക്കുക അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ പറ്റുമല്ലോ, ഈ പിന്നെ ഇവർക്കൊക്കെ അസുരന്മാർക്കൊക്കെ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ അഘാസുരൻ, ബകാസുരൻ, അവരൊക്കെ ശരിക്കും അസുരവേഷത്തിൽ നടക്കാം. പിന്നെ ശരിക്കും പക്ഷെ ബകാസുരൻ കൊറ്റിയാണ്, അഘാസുരൻ പാമ്പ, പെരുമ്പാമ്പ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരും. അതുപോലെയാണ് ശരിക്കുള്ള രൂപം. അല്ലെങ്കിൽ പൂതന ശരിക്കുള്ള രൂപം ഒരു രാക്ഷസിയാണ് ശരിക്കുള്ളത് അല്ലേ. പക്ഷെ ഒരു മഹാലക്ഷ്മി പോലെ ഭംഗിയായിട്ടുള്ള വേഷം. അങ്ങനെ അവർക്കതിനുള്ള പിന്നെ എന്താണ് ഇതൊക്കെ ഉണ്ട്, സിദ്ധിയൊക്കെ ഉണ്ട് അവർക്ക്, ഈ അസുരന്മാർക്ക്. അപ്പോൾ അതുപോലെ ഈ ദേഷ്യം വന്നപ്പോൾ അതൊക്കെ പോയി. അങ്ങനെയാണ്, ദേഷ്യമോ വേദനയോ ദുഃഖമോ ഒക്കെ വന്നാൽ അതൊക്കെ പോകും. തൃണാവർത്തൻ കൊടുങ്കാറ്റായിട്ട് വന്നില്ലേ. പക്ഷേ ഭഗവാൻ പിടിച്ചപ്പോൾ ശ്വാസം മുട്ടിയപ്പോൾ സാധാരണ രൂപമായി. അതുപോലെയാണ്. അപ്പോൾ ദേഷ്യം വന്നുല്ലോ. ഇങ്ങനെ സ്വന്തം സൈന്യങ്ങളെയൊക്കെ ദേവി ഒടുക്കണത് കണ്ടപ്പോൾ മഹിഷാസുരൻ മാഹിഷേണ സ്വരൂപേണ, തൻ്റെ സ്വരൂപത്തിൽ, മീൻസ് ഒരു പർവ്വതാകാരമായിട്ടുള്ള മഹിഷം, പോത്ത്, അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് താൻ ഗണാൻ ത്രാസയാമാസ. ആ തൻ്റെ സ്വതവേയുള്ള മഹിഷത്തിൻ്റെ രൂപം എടുത്തിട്ട് ദേവിയുടെ ഭൂതഗണങ്ങളെ പേടിച്ച് വിറപ്പിച്ചു. ത്രാസയാമാസ. അവർക്ക് പേടിയായി ദേവിയുടെ ഭൂതഗണങ്ങളൊക്കെ. കാരണം അവർക്ക് സ്വതേ അത്ര പേടിയില്ലാത്ത ആൾക്കാർ തന്നെയാണ് കേട്ടോ, പക്ഷേ അത്ര ഭീമാകാരനാണ്. അപ്പം ശരിക്കും വല്ലാതെ അങ്ങോട്ട് പേടിയായി ആ ദേവിയുടെ ഭൂതഗണങ്ങളൊക്കെ. പേടിപ്പിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, പേടിപ്പിച്ചു. ഇങ്ങനെ മഹിഷാസുരൻ്റെ വരവായി. ഇനിയിപ്പോൾ മഹിഷാസുരൻ തന്നെ വരാൻ തീർച്ചയാക്കി, കാരണം ബാക്കിയുള്ളവരെയൊക്കെ കൊന്നൂലോ. അങ്ങനെ മഹിഷാസുരൻ വളരെ ഭീകരവും വളരെ വലിയൊരു പർവ്വതാകാരനായിട്ടുള്ളൊരു മഹിഷായി വന്ന് ഭൂതഗണങ്ങളെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞ് നമുക്ക് 20 വായിച്ചെന്ന് നിർത്താം. ഏവം സംക്ഷീയമാണേ തു സ്വസൈന്യേ മഹിഷാസുര മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീദുർഗായൈ നമഃ.